evening, Trivandrum. Good evening, everybody. Thanks a lot for making it today evening. This is our after our ninth edition, we have come to Kerala. 9 times we have done it before, and first time it was in Dubai. We did it 9 times there. And after that, 2 times in Doha and 1 time in Bahrain. And right now, we have reached Kerala, Trivandrum. And this is to honor all the people who actually strive to make a difference in the last year. All these people who are around you, just take a look around and please give them a big round of applause because they are indeed what we call heroes. And now, without much ado, I have the honor of inviting നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ GR അനിൽ, ഫുഡ് ആൻഡ് സപ്ലൈസ് മിനിസ്റ്റർ ശ്രീ GR അനിലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടക പ്രസംഗത്തിനായി. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, ഇത്തരമൊരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യം അറിയിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അറബ് രാജ്യങ്ങളിൽ, അതോടൊപ്പം നമ്മുടെ നാട്ടിലും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ സുഹൃത്തുക്കളെ കണ്ടെത്താനും അവർക്ക് പ്രോത്സാഹനം നൽകാനുമായി ഇത്തരമൊരു അവാർഡ് സ്ഥിരമായി നടത്തി വരികയും ഇന്ന് നമ്മുടെ നാട്ടിൽ തലസ്ഥാനത്ത് വെച്ച് തന്നെ 23-ലധികം സുഹൃത്തുക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവാർഡ് വിതരണം ചെയ്യുന്ന ചടങ്ങ് നടത്തുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം ഞാൻ ആദ്യം അറിയിക്കുകയാണ്. ഏറെ പ്രിയങ്കരായ നമ്മുടെ MLA ശ്രീ വി ജോയ്, അതുപോലെ MLA ആയിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ PC വിഷ്ണുനാഥ്, മുൻ മന്ത്രിയും ഏറെ ബഹുമാന്യനുമായ ശ്രീ KC ജോസഫ്, മുൻ സ്പീക്കർ, തലസ്ഥാനത്ത് എല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റിയ ശ്രീ M വിജയകുമാർ, ശ്രീമതി ഗീത നസീർ, നമ്മുടെ ശ്രീമതി പെറ്റി ലൂയിസ്, ഡോക്ടർ ബിജു രമേശ്, അഡ്വക്കേറ്റ് ഷിബു പ്രഭാകരൻ, അതുപോലെ PSC മെമ്പർമാരടക്കമുള്ള പ്രമുഖരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരമൊരു അവാർഡ് തിരഞ്ഞെടുക്കുന്നവർ ഇതിൻ്റെ കഴിഞ്ഞ നാളുകളിലെ പ്രവർത്തനങ്ങൾ ഇവിടെ വിശദീകരിച്ചതനുസരിച്ച് എന്തുകൊണ്ടും അർഹതയുള്ളവരായിരിക്കുമെന്ന് നമുക്കെല്ലാം അറിയാം. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നവർ, വിശേഷിച്ചും അവരുടെ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവർ മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കാൻ ചാരിറ്റി പ്രവർത്തനങ്ങളിലടക്കം അത്തരൊരു മനസ്സും ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുമാണ് പലപ്പോഴും ജനങ്ങളുടെ പ്രിയപ്പെട്ടവരായി മാറുന്നത്. ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർക്കെല്ലാ വിജയാശംസകളും നേരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രി ഇരിക്കുമ്പോൾ തന്നെ ചോദിക്കണം സാർ, ഇതിനകത്ത് എല്ലാം വളരെ പ്രശസ്തരായിട്ടുള്ള നമ്മുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യവസായികളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ, അവരെയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ സാർ? അവരെവിടെയും കൂടി കൊണ്ടുവന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യിക്കണ്ടേ? അതിനെന്തെങ്കിലും നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ പുതുതായിട്ട് ചെയ്യുന്നുണ്ടോ സാർ? പ്രവാസികളോട് ഏറ്റവും അടുത്ത സ്നേഹത്തോടെ ഇടപെടുന്നൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. അവർക്ക് കൊടുക്കാവുന്ന എല്ലാ ബഹുമാനവും സ്നേഹവും കൊടുക്കുന്ന നിലപാടിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ലോക കേരള സഭ, അതിൻ്റെ പ്രവർത്തനങ്ങൾ. എന്നുമാത്രമല്ല, കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷം രാജ്യത്ത് ഒന്നാമതായി മാറിയ ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ നാളുകൾ.
അതുകൊണ്ട് തന്നെ ഏത് വ്യവസായിക്കും സൗഹൃദ അന്തരീക്ഷം പുലർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യുന്നതാണ്.